ഹലോ ദർ. അപ്പോൾ ഇന്ന് നമ്മൾ വെബ് പോസ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്, അതും ngrok യൂസ് ചെയ്തിട്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ എ പി ടി അപ്ഗ്രേഡ് ചെയ്യുക. ഇതിന് മെയിനായിട്ട് വേണ്ട പാക്കേജ് എന്താണെന്ന് വെച്ചാൽ PHP ആണ്, അതായത് PKG ഇൻസ്റ്റാൾ PHP ആണ്. പക്ഷേ ഞാനിതിൽ കാണിക്കുന്നില്ല, എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണിക്കാതെ. നിങ്ങൾ എന്തായാലും PKG ഇൻസ്റ്റാൾ PHP പാക്കേജ് ടൈപ്പ് ചെയ്തൊരു പാക്കേജ്, ആ ഒരു PHP പാക്കേജ് ഇൻസ്റ്റാൾ ആക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഡയറക്ടറി മേക്ക് ചെയ്യണം. അതെന്താ വെച്ചാൽ ഇപ്പോൾ ആ ഒരു ഡയറക്ടറിയുടെ അകത്തുള്ള ഫയൽസാണ് നമ്മൾ ഹോസ്റ്റ് ആക്കാൻ പോകുന്നത്, അതായത് HTML ഫയൽ. അപ്പോൾ അതിനായിട്ട് മേക്ക് ഡയറക്ടറി എന്ന കമാൻഡ് യൂസ് ചെയ്ത് ഞാൻ ഇപ്പോൾ ഡെമോ എന്നുള്ള ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിന് ശേഷം ഞാനിപ്പോൾ LS അടിച്ച് നോക്കി, അതിൻ്റെ അകത്ത് അവിടെ ക്രിയേറ്റ് ആയി. ഇപ്പോൾ ഡെമോ എന്നുള്ള ഡയറക്ടറി ക്രിയേറ്റ് ആയത് കാണാൻ പറ്റും. ഞാനിത് ക്ലിയർ അടിച്ചിട്ട് CD ഡെമോ എന്ന് അടിച്ചു. എന്നിട്ട് ഞാനിപ്പോൾ ഡെമോൻ്റെ ഡയറക്ടറിയുടെ അകത്താണ്. ഇപ്പോൾ ഞാനിപ്പോൾ LS അടിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൻ്റെ അകത്തൊന്നുമില്ല. സോ ഇതിൻ്റെ അകത്തൊന്നുമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഫയൽ ക്രിയേറ്റ് ആക്കാൻ പോവാണ്. അത് നാനോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് index.html എന്ന് പറഞ്ഞാൽ HTML ഫയൽ ക്രിയേറ്റ് ചെയ്തേക്കാണ്. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ വെബ് പേജ് ആണ് ഹോസ്റ്റ് ആക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ HTML ഒരു ചെറിയൊരു കോഡാണ് ഇപ്പോൾ ആഡ് ആക്കാൻ പോകുന്നത്, ജസ്റ്റ് ഒരു ബേസിക് ലെവലുള്ള കോഡ്. ആ ഒരു കോഡാണ് നമ്മളിപ്പോൾ വെബ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ അകത്ത് കോപ്പി പേസ്റ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് Ctrl+S അടിച്ചിട്ട് സേവ് ആക്കാം, പിന്നെ X അടിച്ചിട്ട് എക്സിറ്റ് ആവാം. ഓക്കെ, അതിന് ശേഷം നമുക്കിവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ PW ടൈപ്പ് ചെയ്ത് എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വരും. അതായത് ആ ഒരു ഡയറക്ടറി നെയിമും ഇതൊക്കെ വരും. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തതിന് ശേഷം ക്ലിയർ അടിച്ചിട്ട് പിന്നെ PHP സെർവർ ക്രിയേറ്റ് ആക്കാനുള്ള കമാൻഡ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, PHP ടൈപ്പ് ചെയ്തിട്ട് ക്യാപിറ്റൽ ലെറ്റർ S ആൻഡ് ലോക്കൽ ഹോസ്റ്റ് IP അഡ്രസ് കൊടുക്കുക. സോ IP അഡ്രസ് കൊടുക്കുക. പിന്നെ ആ ഒരു പോർട്ട് നമ്പർ ഉണ്ടല്ലേ 8080 ഉണ്ടല്ലോ, ആ ഒരു പോർട്ട് നമ്പർ ആയിരിക്കണം ngrok സ്റ്റാർട്ടാക്കുമ്പോൾ ചെയ്യേണ്ടത്. സോ ഇവിടെ -T എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കോപ്പി ചെയ്തെടുത്തത് അവിടെ കൊണ്ട് പേസ്റ്റ് അടിക്കുന്നു. അതിന് ജസ്റ്റ് സ്പേസ് ഇട്ടിട്ട് പേസ്റ്റ് അടിക്കും. നമുക്ക് ന്യൂ സെക്ഷൻ എടുക്കാം. ന്യൂ സെക്ഷൻ എടുക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ നേരാക്കിയിട്ട് ന്യൂ സെക്ഷൻ എടുക്കുകയാണ്. സോ എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ngrok ഓപ്പൺ ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ PHPയുടെ ലോക്കൽ ഹോസ്റ്റ് സെർവർ ഉണ്ടാവുന്നുണ്ട്. നമുക്കിനി ചെയ്യണമെന്ന് വെച്ചാൽ ആ ലോക്കൽ ഹോസ്റ്റ് സെർവർ നമുക്ക് വൈഡ് ഹോസ്റ്റ് ആക്കണം. അതിനാണ് ngrok യൂസ് ആക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് വീട്ടിലുള്ള ആർക്ക് വേണമെങ്കിൽ സെൻഡ് ആയിരിക്കും. ലിങ്ക് ജസ്റ്റ് ഫോർവേഡ് ചെയ്ത് കൊടുത്ത് അവർക്കും കാണാൻ പറ്റും വെബ്സൈറ്റ്, ആ ഒരു വെബ് പേജ് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇതാണ് ആ ഒരു കോഡ്. ngrok HTTP ആ ഒരു പോർട്ട് നമ്പർ കൊടുക്കണം. ഇങ്ങനെ അടിച്ചാണ് സ്റ്റാർട്ടാകുക. പക്ഷേ അതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ ഡെമോ എന്ന ഡയറക്ടറിയുടെ അകത്താണ്. ജസ്റ്റ് CD അടിച്ച് ബാക്കോട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഹോം ഡയറക്ടറിയുടെ അകത്താണ്, അതായത് ngrok ഉള്ള ഒരു ഭാഗത്താണ്. സോ അപ്പോഴാണ് നമുക്ക് സുഖമായിട്ട് ngrok ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ നമുക്കിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ./ngrok HTTP 8080 പോർട്ട് നമ്പർ കൊടുക്കുക. എന്നിട്ട് ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഫോർവേഡിങ് എന്നുള്ള നേരെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ലിങ്ക് കാണാൻ പറ്റും. ഒരു ലിങ്ക് ngrok.io കൊണ്ട് ആ ലിങ്ക് കോപ്പി ചെയ്തെടുത്തിട്ട് അതാണ് ആ ഫോർവേഡ് ലിങ്ക്. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ കോപ്പി ചെയ്തെടുത്തിട്ട് നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് ചെക്ക് ആക്കാണ് അത് വരുന്നിട്ടുണ്ടോ ഇല്ലയോ. അതായത് നമ്മളെ ഫോണിൻ്റെ അകത്ത് PHP സെർവർ ക്രിയേറ്റ് ആക്കിയിട്ട് ആ ഒരു അതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു 8080 എന്ന് പറഞ്ഞ പോർട്ട് നമ്പർ വെച്ചിട്ട് നമ്മൾ ngrok ഓപ്പൺ ചെയ്യാക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ലോക്കൽ ഹോസ്റ്റ് വൈഡ് ഹോസ്റ്റ് ആക്കാൻ പറ്റും. നമുക്ക് ഈ ലിങ്ക് വീട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും സെൻഡ് ആക്കി കൊടുക്കാം. അവർക്ക് ഈ ഒരു വെബ് പേജ് കാണാനും പറ്റും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ആക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ. അപ്പോൾ ഇതാണ് ഒരു വീഡിയോ, ലൈക്ക്